അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ടെക്നീഷ്യന്മാരോടല്ല, കസ്റ്റമറോടാണ്. നമ്മൾ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കസ്റ്റമർ ഉണ്ടെങ്കിൽ എനിക്കൊരു അനുഭവം ഉണ്ടായി. കടയിലേക്ക് ഒരു എക്സിൻ്റെ റീസ്റ്റാർട്ട് കംപ്ലൈൻ്റ് ആയിട്ട് ഒരു ഐഫോൺ എക്സ് കൊണ്ടുവന്നു. റീസ്റ്റാർട്ട് കംപ്ലൈൻ്റ് ആണ്, ലോഗോ വരും, റീസ്റ്റാർട്ട് ആവും. അത് പല കംപ്ലൈൻറ്റും കൊണ്ടും ആ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കസ്റ്റമർ എന്ത് ചെയ്തു, ആ റീസ്റ്റാർട്ട് കംപ്ലൈൻറ്റ് കണ്ടപ്പോൾ ബാറ്ററി ആണ് കൺഫേം ആക്കിയിട്ട് 10 200 ലാഭം നോക്കിയിട്ട് വേറെ കടയിൽ നിന്ന് ബാറ്ററി വാങ്ങിയിട്ട് വന്നിട്ട് നമ്മളത് മാറ്റി തരുമെന്ന് ചോദിച്ചു. ഒന്ന് ഓർക്കണം, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് മാറ്റിയിടാനുള്ള സർവീസ് ചാർജ് നമ്മൾ വാങ്ങും. എന്നിട്ട് നിങ്ങൾക്ക് വാറണ്ടി പീരീഡിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അതിന് മുമ്പ് പ്രശ്നം വന്ന് വാറണ്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വന്നിട്ട് അത് എയിച്ച് വാങ്ങാനും നിങ്ങൾ അവിടെ സർവീസ് ചാർജ് കൊടുക്കണം. 500 നോക്കണോടത്ത് 1000 നിങ്ങൾക്ക് നഷ്ടം വരും. അതവിടെ ഇരിക്കട്ടെ. ആ റീസ്റ്റാർട്ട് കംപ്ലൈൻറ്റിന് കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ഫോണിൻ്റെ ബാറ്ററി മാറ്റി കഴിഞ്ഞപ്പോൾ ഫോൺ വീണ്ടും റീസ്റ്റാർട്ട് കംപ്ലൈൻ്റ് ആണ്. യഥാർത്ഥ കംപ്ലൈൻറ്റ് അതിൻ്റെ സ്ട്രിപ്പിൻ്റെ കംപ്ലൈൻ്റ് ആണ്, ഇയർ സ്പീക്കറിൻ്റെ സ്ട്രിപ്പിൻ്റെ കംപ്ലൈൻ്റ് ആണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി, നിങ്ങൾ പനിയോ എന്തെങ്കിലും ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആദ്യം അതിനുള്ള ഗുളികയൊക്കെ വാങ്ങിയിട്ട് കുറച്ച് ഗ്ലൂക്കോസും വാങ്ങിയിട്ടാണോ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുക? അവിടെ പോയിട്ട് ഡോക്ടർ എന്താ പറയുന്നത് കേട്ടിട്ട് അതിനനുസരിച്ചിട്ടല്ലേ നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങും ചെയ്യും. അതേപോലെ ഫോണിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമ്പോൾ നിങ്ങൾ നല്ലൊരു ടെക്നീഷ്യനെ കാണിച്ചിട്ട് ആ ടെക്നീഷ്യൻ എന്താ പറയുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ടല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ മുമ്പേ വിധി എഴുതിയിട്ട് ഓരോ സാധനങ്ങൾ ലാഭം നോക്കി ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ നഷ്ടത്തേക്ക് പോകും. അതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ടു എന്നുള്ളൂ. ആരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല. സ്വാഭാവികമായിട്ട് ഇന്നുണ്ടായ ഒരു അനുഭവം ഞാൻ പങ്കുവെച്ചു എന്ന്